തീർന്ന് തീർന്ന് എല്ലാം ചത്തു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം ഈ സീൻസ് തൊട്ടിട്ടോ, എല്ലാവരും മസ്റ്റായിട്ട് നോക്കണം. അപ്പോൾ ഇന്നൊരു ഇംഗ്ലീഷ് ഫിലിമാണ് ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്യണത്. റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, ഇത് കുറച്ച് പഴയ പടമാണ്. പക്ഷേ എനിക്കിന്ന് സ്ട്രൈക്ക് ചെയ്ത് പറഞ്ഞല്ല, ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ ആ വീഡിയോ കണ്ടായിരുന്നു, 2006 ആ മൂവി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് പണ്ടത്തെ ആ ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എന്തോരം ഇംഗ്ലീഷ് മൂവീസൊക്കെ ഹിറ്റ് ആവണമായിരുന്നു. ശരിയല്ലേ? മാർവലിൻ്റെ പല പടങ്ങളിലും ഞാൻ ഓർത്തിട്ടുണ്ട് എന്തിന് ഇത്ര CG വർക്ക് കുത്തിക്കയറ്റാണ്, കുറേയൊക്കെ ക്രിയേറ്റീവായി അവർ ചെയ്തുകൂടെ. പക്ഷേ ആൾക്കാരില്ലെന്നേ, എല്ലാം മടിയന്മാരായി പോയി ശരിക്കും പറഞ്ഞാൽ. ഇപ്പം നമ്മളാണ്, ഇന്ത്യൻസാണ് കുറേയൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്ത് വന്നതെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഇന്ത്യൻസ് അത്രയും ചെയ്ത് വന്നിട്ടൊന്നുമില്ല, എന്നാലും ഉണ്ട്, കയറി കയറി വരുന്നുണ്ട്. അപ്പോൾ അവർ കുറേയൊക്കെ CG പോയി. പറഞ്ഞു തന്നെ വേറെ ഒന്നുമല്ല, RMS ക്യൂനേരി എന്ന് പറഞ്ഞ ആ ഷിപ്പില്ലേ, 1936, അതായത് 1936 to 67 ആ ഒരു ഇയേഴ്സ് കാണിക്കുന്നത്. ആ ഒരു ടൈമിൽ ഓടിയിരുന്ന വെച്ചാൽ ബ്രിട്ടീഷിൻ്റെ ഒരു ലൈനർ ഷിപ്പാണ്, അത് ക്രൂയിസായിരുന്നു സംഭവം, അടിച്ചുപൊളി പാർട്ടിയൊക്കെ നടന്നു വെച്ച ഷിപ്പാണ്. പെട്ടെന്ന് ഒരു 90 അടി പൊക്കമുള്ളൊരു തിരമാല വന്നിട്ട് അതിനെ തലകീഴായി മറിക്കണ ഒരു സീനുണ്ട്. അത് ശരിക്കും നടന്നൊരു ഇൻസിഡൻ്റ് ആണെന്ന് പറയാം. എന്നാൽ ആ ഒരു ബേസ് ആയിട്ടാണ് സിനിമ ഇറക്കിയേക്കണത്. അപ്പോൾ ആ ഒരു സിനിമയിലെ സീൻസ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. കാണാത്ത ആൾക്കാർ കണ്ടിട്ട് മാത്രം വിമർശിക്കണം കേട്ടോ. വിമർശിക്കാനൊന്നുമില്ല, കാരണം ഞാനിപ്പോൾ കാണിക്കണതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിനിമയിൽ അവർ യൂസ് ചെയ്തിരിക്കണം ഓരോ സീൻ ബൈ സീനായിട്ട് കാണിക്കുന്നുണ്ട്. ഷിപ്പ് എങ്ങനെ മറിയണം, എന്തോരം ആൾക്കാർ, അതിൻ്റെ എല്ലാ കിടതാപ്പോലത്ത് കാണിക്കുന്നുണ്ട്. വലിയ സംഭവമൊന്നുമല്ല. ആ 2006 വെച്ച് അവർ യൂസ് ചെയ്യാൻ പറ്റിയ CG ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ 2006 പറയണ്ടല്ലോ, അവർ ഓൾറെഡി ഒരു 50-100 വർഷം മുമ്പിലാണ് ഫോറിനേഴ്സ്. അപ്പോൾ ഇത് കണ്ടതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് അടിച്ച് ഷെയർ ചെയ്തോ. അടുത്ത വീഡിയോസ് വഴി വന്നിട്ട് കണ്ടോക്കണം. ഈ ഫിലിം ഇപ്പം ഞാൻ കാണിക്കുന്ന കാര്യം വേറെ ഒന്നുമല്ല, ഇന്നത്തെ സിനിമ സ്റ്റൈൽ, അതായത് ഇന്നത്തെ മേക്കിങ്ങും CG വർക്ക്സും വെച്ച് നോക്കാൻ നേരത്ത് ഫാർ ബെറ്റർ ആയിരുന്നു അന്നത്തെ ആ ഒരു മേക്കിങ്ങൊക്കെ. കണ്ടുപോകാം. ആ ഒരു അന്നത്തെ ആ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അതും എന്തോരം ബെറ്റർ ആയിരുന്നല്ലേ. പണ്ടത്തെ നടന്മാരൊക്കെ ഒരു പവർ ഉണ്ടല്ലേ, ആ എക്സ്പ്രഷൻസ് ഒക്കെ തന്നെ മതി പടം ഹിറ്റാകാൻ വേണ്ടി. തീർന്ന് എല്ലാം ചത്തു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം ഈ സീൻസ് തൊട്ടിട്ടോ, എല്ലാവരും മസ്റ്റായിട്ട് നോക്കണേ. ശരിക്കും ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ എന്തോരം ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരു ക്രൂയിസിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചുള്ള അവസ്ഥ. ശരിക്കും ഇങ്ങനത്തെ സംഭവം നടന്നിട്ടുണ്ട്, 1942 നടന്നിട്ടുണ്ട്. അതാണ് അവർ കാണിക്കുന്നത്. ഓ ഓ കത്തിട്ടു. ക്രൂയിസിൽ എന്നോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുക, കാർഗോ ഷിപ്പിനേക്കാളും കുറച്ചും കൂടി ഡേഞ്ചറാണ് ക്രൂയിസ് എന്ന് വെച്ചാൽ ഹൈറ്റ് കൂടുന്തോറും ഈ ആൾക്കാർ കൂടുതലുള്ള ഷിപ്പിൽ ആൾക്കാരെല്ലാം മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. എന്തെങ്കിലും കാര്യങ്ങൾ പരിപാടിയൊക്കെ വരുമ്പോൾ എല്ലാം കൂടി മുകളിലേക്ക് കയറി എന്തെങ്കിലും കണ്ടു കഴിയുമ്പോൾ വൺ സൈഡിലേക്ക് വരും, അത് കുറച്ച് ഡേഞ്ചറാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികം. ഇതാ സിനിമയിലെ കുറച്ച് സീൻസ് മാത്രമേ ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിച്ചുള്ളൂ. പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് കണ്ടുപോകും, യൂട്യൂബിൽ കിടപ്പുണ്ട് പടം. പിന്നെ പറയാനുള്ള വേറെ ഒന്നുമല്ല, ഈ സിനിമ ഈ മേക്കിങ്ങിൻ്റെ അടുത്ത് എനിക്കത് ഭയങ്കര ക്യൂരിയോസിറ്റി. എനിക്ക് ഷെയർ ചെയ്യണം, കാണാത്ത ആൾക്കാർ കാണട്ടെ, ഇന്നത്തെ ജനറേഷനൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം എന്നുള്ളൊരു തോട്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ കണ്ടുപോകട്ടെ മക്കൾ.